കുറേ പേർക്കുള്ള ഡൗട്ടാണ് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പാക്കും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ഒരു ഐറ്റം വന്നിട്ട് നമുക്ക് ഡെയിലി രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. അത്രയ്ക്കും അടിപൊളി റിസൾട്ടും ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ റിമൂവ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മുഖത്തൊന്നും വേറെ ഇട്ടിട്ടില്ല കേട്ടോ. വേറെ ഇടേണ്ട ആവശ്യമില്ല നമുക്ക്, അല്ലെങ്കിൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല ഫസ്റ്റ് യൂസിൽ തന്നെയാണ് കേട്ടോ. ഭയങ്കര എനിക്കിങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ. അപ്പോൾ നമ്മൾ ഇതേപോലെ പിഗ്മെന്റേഷനും സൺടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ പേർക്കുള്ള ഡൗട്ടാണ് നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പാക്കും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ഒരു ഐറ്റം വന്നിട്ട് നമുക്ക് ഡെയിലി രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. അത്രയ്ക്കും അടിപൊളി റിസൾട്ടും ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പാക്കും കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് പാക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കിത് എന്താ പറയുക, നമ്മുടെ ഡെയിലി ഒരു സ്കിൻ കെയർ റൊട്ടീനായിട്ട് നമുക്കിത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനും പറ്റൂട്ടാ. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അതിന്റെ മുന്നേറ്റ് നമ്മുടെ ഈ ഒരു ചാനലും എന്നെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഫാമിലിയിൽ കൂടിക്കൊള്ളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പൊട്ടാറ്റോ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഒരു പൊട്ടാറ്റോ മതിയാവും. അത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ നല്ല രീതിക്ക് അടിച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ നീര് അരിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ആണ്. ഇതേപോലെ തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. ഒരെണ്ണം കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഐറ്റം മാത്രം മതി നമ്മളുടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു 2 പൊട്ടാറ്റോ 2 ബീട്രൂട്ടൊക്കെ ഇട്ട് എടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 2 വട്ടം നമുക്ക് ഒരു 2-3 ദിവസത്തേക്കുള്ള തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇനി ഐസ് ക്യൂബ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക, എന്നതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പലർക്കുള്ള ഡൗട്ടായിരിക്കും നമ്മൾ ഐസ് ക്യൂബ് ഇതേപോലെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതാണ്. ഇത് നമ്മൾ തുണിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ തുണിയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പകുതി നീരും നമ്മുടെ ആ തുണിയിൽ ഉണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് അത്രയ്ക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ദിവസം നമ്മൾ രാവിലെയും വൈകിട്ടും രാത്രി കിടക്കുന്ന സമയത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു തരാം എപ്പോഴാന്നുള്ളത്. രാവിലെ നമ്മൾ എണീറ്റിട്ട് നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യില്ലേ, അതിന് ശേഷം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം വെക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അധികം കട്ടൊന്നും ഇല്ലാതെ നമ്മുടെ ഈ പാത്രത്തിൽ കുറേ വെള്ളം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൽ ഇതേപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണിന് താഴെ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കണ്ണിന് താഴെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ കണ്ണിന് താഴെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ഇതേപോലെ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട്, പിമ്പിൾസ് വന്നു പോയ പാടുകളൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റിൻ്റെ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ലേ, അത് കാരണം തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതേ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെള്ളത്തിൽ
വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്കിത് പാക്ക് ഇട്ട പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിളായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ ശരിക്കും ഒരു വൈറ്റനിങ് പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ഫേസിൽ ഇട്ടിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ. നല്ല മാത്രമല്ല ഇത് ഭയങ്കരമായിട്ട് മിനുസാണ്. നമ്മളുടെ സ്കിൻ തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു DIY ആണ് കേട്ടോ ഈ ഒരു DIY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 2 weeks ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എത്ര പഴക്കമുള്ള പിഗ്മെൻറ്റേഷനും സൺടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ പിമ്പിൾസ് പോയിട്ടുള്ള മാർക്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം വന്നിട്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷനും സൺടാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ വേറെ ഐറ്റംസും വേറെ ഒരു ഐറ്റംസും നമുക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഒരു ബീട്രൂട്ടും അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസും, അത് 2 മാത്രം മതി നമുക്ക് ഈ നമ്മളുടെ പിഗ്മെന്റേഷനൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ കാണാനും പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഞാൻ ഇതിന്റെ താഴെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.